പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവാഹ സമയങ്ങൾ മാറ്റി. ബുധനാഴ്ച രാവിലെ 6-നും 9-നും മധ്യേ നടക്കേണ്ട 48 വിവാഹങ്ങളുടെ സമയമാണ് മാറ്റിയത്. വിവാഹ സംഘങ്ങൾ പ്രത്യേകം പാസ് എടുക്കണം. അളഗപ്പനഗർ പച്ചിലിപ്പുറത്ത് പഞ്ചായത്ത് അംഗത്തിന്റെ വീടുൾപ്പെടെ 4 വീടുകൾക്ക് നേരെ ആക്രമണം. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേർ അറസ്റ്റിലായി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് ED കസ്റ്റഡിയിലെടുത്ത രേഖകൾ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച ഹർജി കോടതി തള്ളി. തുറക്കുളം മത്സ്യമാർക്കറ്റിലെ സംയുക്ത തൊഴിലാളി യൂണിയൻ ഓഫീസിൽ നിന്ന് 15 ലക്ഷത്തോളം രൂപ കവർന്ന സംഭവം. INTUC യൂണിയൻ തൊഴിലാളിയായ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവാഹ സമയങ്ങൾ മാറ്റി. ബുധനാഴ്ച രാവിലെ 6-നും 9-നും മധ്യേ നടക്കേണ്ട വിവാഹങ്ങളുടെ സമയമാണ് മാറ്റിയത്. 48 വിവാഹങ്ങൾ പുലർച്ചെ 5-നും 6-നും മധ്യേയാക്കി മാറ്റി. വിവാഹ സംഘത്തിൽ 20 പേർക്ക് മാത്രമേ അനുമതിയുള്ളൂ. വിവാഹ സംഘങ്ങൾ പ്രത്യേകം പാസ് എടുക്കണം. രാവിലെ ചോറൂൺ വഴിപാടിനും തുലാഭാരത്തിനും അനുമതിയില്ല. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി ഗുരുവായൂരിൽ എത്തുന്നത്. രാവിലെ 8 മണിക്ക് ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപാഡിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി കാർ മാർഗം 8:10-ന് ശ്രീവത്സം ഗസ്റ്റ് ഹൌസിൽ എത്തും. 8:15-ന് ക്ഷേത്രത്തിൽ ദർശനം നടത്തും. 20 മിനിറ്റ് നേരം ക്ഷേത്രത്തിൽ ചെലവഴിച്ചതിന് ശേഷം ക്ഷേത്രനടയിൽ നടക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ക്ഷേത്ര നഗരിയിൽ ഒരുക്കുന്നത്. SPG കമാൻഡോ സംഘം ഗുരുവായൂരിൽ എത്തി. ബുധനാഴ്ച ഗുരുവായൂർ നഗരത്തിൽ രാവിലെ 6 മുതൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. ചൂണ്ടൽ മുതൽ ഗുരുവായൂർ ക്ഷേത്രനട വരെ വാഹനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല. അളഗപ്പനഗർ പച്ചിലിപ്പുറത്ത് 4 വീടുകൾക്ക് നേരെ ആക്രമണം. അളഗപ്പനഗർ പഞ്ചായത്ത് 7-ാം വാർഡ് മെമ്പർ PS പ്രീജു, കിഴക്കൂടൻ പ്രദീപ്, ചീരമ്പത്ത് സുനിൽ, പള്ളിപ്പാമഠത്തിൽ നിധിൻ എന്നിവരുടെ വീടുകളാണ് ആക്രമിക്കപ്പെട്ടത്. വീടുകളുടെ വാതിലുകളും ജനലുകളും തകർത്തു. വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. വീടുകളിൽ 2 പേർ എത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചും കുട്ടികളെയും സ്ത്രീകളെയും ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് 2 പേരെ പുതുക്കാട് പോലീസ് പിടികൂടി. പ്രതികൾ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയും വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. BJP പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് CPM ആരോപിച്ചു. ആക്രമിക്കപ്പെട്ട വീടുകൾ CPM നേതാക്കൾ സന്ദർശിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ED കസ്റ്റഡിയിലെടുത്ത രേഖകൾ ക്രൈംബ്രാഞ്ചിന് വിട്ടു നൽകിയില്ല. രേഖകൾ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച ഹർജി കോടതി തള്ളി. നേരത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിരുന്ന കേസിന്റെ അന്വേഷണം ഇപ്പോൾ നിലച്ചപ്പോഴാണ് ED അന്വേഷണം തുടങ്ങിയത്. ED നടത്തിയ അന്വേഷണത്തിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട CPM നേതാവിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുകയും വിവിധ രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഒരു അന്വേഷണ ഏജൻസി പിടിച്ചെടുക്കുന്ന രേഖകൾ മറ്റൊരു അന്വേഷണ ഏജൻസിക്ക് നൽകുന്ന കീഴ്വഴക്കമില്ലെന്നും വിശദാംശങ്ങൾ കൈമാറുക മാത്രമാണ് പതിവെന്നും ED കോടതിയിൽ വാദിച്ചു. എന്നാൽ രേഖകൾ വിട്ടുകിട്ടാത്തത് മൂലം അന്വേഷണം പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ലെന്ന് ക്രൈംബ്രാഞ്ച് ചൂണ്ടിക്കാട്ടി. എന്നാൽ ക്രൈംബ്രാഞ്ചിന്റെ വാദം തള്ളിയ കോടതി രേഖകൾ വിട്ടു നൽകേണ്ടതില്ലെന്ന് ഉത്തരവിടുകയായിരുന്നു. കുന്നംകുളം തുറക്കുളം മത്സ്യമാർക്കറ്റിലെ സംയുക്ത തൊഴിലാളി യൂണിയൻ ഓഫീസിൽ നിന്നും 15 ലക്ഷത്തോളം രൂപ കവർന്ന സംഭവത്തിൽ INTUC യൂണിയൻ തൊഴിലാളിയായ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളർക്കാട് കൈക്കുളങ്ങര വീട്ടിൽ നൂറുദ്ദീനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഡിസംബർ 31-ന് പുലർച്ചെ 1 മണിയോടെയാണ് മോഷണം നടന്നത്. ഞായറാഴ്ച മാർക്കറ്റ് അവധിയായതിനാൽ മാർക്കറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല. ഈ തക്കം നോക്കിയാണ് പ്രതി മോഷണം നടത്തിയത്. യൂണിയൻ ഓഫീസിനുള്ളിൽ സ്ഥാപിച്ച ക്യാമറ മറച്ച മോഷ്ടാവ് സ്ഥാപനത്തിന് മുൻപിലെ CCTV ക്യാമറ തകർക്കുകയും ചെയ്തു. കവർച്ചയ്ക്ക് ശേഷം പ്രതി ജോലിക്കായി മത്സ്യമാർക്കറ്റിൽ എത്തിയിരുന്നതായി പറയുന്നു. CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചും പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. പ്രതിയെ കുന്നംകുളം മത്സ്യമാർക്കറ്റിലെ സംയുക്ത തൊഴിലാളി യൂണിയൻ ഓഫീസിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സബ് ഇൻസ്പെക്ടർ മഹേഷ്, സിവിൽ പോലീസ് ഓഫീസർ അനീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മുള്ളൂർക്കര തിരുവാണിക്കാവ് ക്ഷേത്രത്തിലും മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷനിലും മോഷണം. ക്ഷേത്രത്തിലെ ഓട് പൊളിച്ചു കടന്ന മോഷ്ടാവ് 3 ഭണ്ഡാരങ്ങളും പുറത്തുണ്ടായിരുന്ന ഭണ്ഡാരവും കുത്തിത്തുറന്ന് 4000-ഓളം രൂപ കവർന്നു. വടക്കാഞ്ചേരി പോലീസ് പരിശോധന നടത്തി. മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷനിലെ ഗാർഡ് റൂമിൽ മോഷണശ്രമം നടന്നു. കരാർ തൊഴിലാളി റൂം തുറക്കാൻ എത്തിയപ്പോഴാണ് മുൻവാതിലിന്റെ പൂട്ട് പൊളിച്ച നിലയിൽ കണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആറ്റൂർ ഭാഗത്ത് 2 വീടുകളിൽ മോഷണം നടന്നിരുന്നു.
ആലപ്പാട് പുറത്തൂർ കൊടപ്പുള്ളി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ മോഷണം. ഓട്ടുരുളികളും നിലവിളക്കുകളും മോഷണം പോയി. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച പുലർച്ചെ 4:30-ക്ക് ശേഷമാണ് മോഷ്ടാവ് ക്ഷേത്രത്തിന്റെ ഗേറ്റിലെ പൂട്ട് തകർത്ത് അകത്ത് കടന്നത്. തുടർന്ന് തിടപ്പള്ളിയുടെ പൂട്ട് തകർത്ത് അകത്ത് സൂക്ഷിച്ചിരുന്ന 9 ഓട്ടുരുളികളും നിലവിളക്കുകളും മോഷ്ടിക്കുകയായിരുന്നു. 50,000-ഓളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം 1 മാസം മുൻപ് മോട്ടോർ മോഷണം പോയ സമീപത്തെ ചേന്നങ്കരി കോൾപ്പടവിലെ മോട്ടോർ ഷെഡിലും രാത്രി മോഷണ ശ്രമം നടന്നു. സ്ലാബ് ഇളക്കി മാറ്റിയെങ്കിലും മോട്ടോർ ഷെഡിന്റെ പൂട്ട് തകർക്കാനുള്ള ശ്രമം വിജയിച്ചില്ലെന്ന് ചേന്നങ്കരി പടവ് കൺവീനർ പറഞ്ഞു. ശ്രീനാരായണപുരത്ത് തീരക്കടലിൽ മത്സ്യബന്ധന യാനം മറിഞ്ഞ് തൊഴിലാളി മരിച്ചു. തീരക്കടലിൽ തെർമോകോൾ കൊണ്ടുണ്ടാക്കിയ ബോയയിൽ മത്സ്യബന്ധനം നടത്തുകയായിരുന്ന പടിഞ്ഞാറെ വെമ്പലൂർ കിഴക്കേടത്ത് ഷൺമുഖന്റെ മകൻ 30 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. വിഷ്ണു സഞ്ചരിച്ചിരുന്ന ബോയ തിരയിൽപ്പെട്ട് മറിയുകയായിരുന്നു. ഇയാളോടൊപ്പമുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളിയായ ബിജു നീന്തി രക്ഷപ്പെട്ടു. അഴീക്കോട് തീരദേശ പോലീസും ഫിഷറീസ് റെസ്ക്യൂ സംഘവും മത്സ്യത്തൊഴിലാളികളും നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തീവണ്ടിപ്പാതയെന്ന പ്രതീക്ഷയുടെ ചൂളം വിളിക്ക് കാതോർത്തിരിക്കുകയാണ് കൊടുങ്ങല്ലൂർ. 1,00,000-ലധികം ജനസംഖ്യയുള്ളതും റെയിൽവേ സൗകര്യങ്ങളില്ലാത്തതുമായ പ്രദേശങ്ങളിൽ റെയിൽവേ ട്രാക്കുകൾ നിർമ്മിക്കാനുള്ള ഇന്ത്യൻ റെയിൽവേയുടെ തീരുമാനം തീരദേശ നഗരത്തിന്റെ റെയിൽവേ മോഹങ്ങൾക്ക് പച്ചക്കൊടി കാണിക്കുകയാണ്. റെയിൽവേ തയ്യാറാക്കിയ പ്രാഥമിക പട്ടികയിൽ കൊടുങ്ങല്ലൂർ, മഞ്ചേരി, മലപ്പുറം, നെടുമങ്ങാട് എന്നിവിടങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. 2021 പ്രഖ്യാപിച്ച പദ്ധതിയുടെ പ്രാഥമിക പഠനം 2022 ആരംഭിച്ചിരുന്നു. കൊടുങ്ങല്ലൂരിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനായ ഇരിഞ്ഞാലക്കുടയിലേക്ക് 21 കിലോമീറ്റർ ദൂരമുണ്ട്. കൊടുങ്ങല്ലൂരിനെ ഇരിഞ്ഞാലക്കുടയുമായി ബന്ധിപ്പിക്കുകയോ അതല്ലെങ്കിൽ സർവേ നടത്തി നിർത്തിവെച്ച ഇടപ്പള്ളി ഗുരുവായൂർ പദ്ധതി പ്രാവർത്തികമാക്കുകയോ ചെയ്താൽ കൊടുങ്ങല്ലൂർ ഉൾപ്പെടെയുള്ള തീരപ്രദേശത്തിന് റെയിൽ സൗകര്യം ലഭ്യമാകും. കടലോരം വഴി റെയിൽപാത യാഥാർത്ഥ്യമായാൽ അത് പാരിസ്ഥിതിക പ്രശ്നങ്ങളില്ലാത്ത വികസന പദ്ധതിയായി മാറുമെന്നുമാണ് പ്രതീക്ഷ. കൊടുങ്ങല്ലൂർ മണ്ഡലം നവകേരള സദസ്സ് സംഘടിപ്പിച്ചതിന് 2.21 ലക്ഷം രൂപ ബാധ്യതയുണ്ടായതായി കണക്ക്. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ 3034 പരാതികളിൽ 2998 എണ്ണത്തിലും നടപടികൾ ആരംഭിച്ചതായും സംഘാടക സമിതി പിരിച്ചുവിട്ട യോഗത്തിൽ ഡെപ്യൂട്ടി കളക്ടർ P. അഖിൽ അറിയിച്ചു. ശേഷിക്കുന്ന 36 പരാതികൾ മാത്രമാണ് ഇനി പരിഗണിക്കാൻ ഉള്ളത്. യോഗത്തിൽ VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ GST ഓഫീസർ TC വിപിന കണക്കുകൾ അവതരിപ്പിച്ചു. കണ്ണന് മുന്നിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 27 വിദേശികൾ തുലാഭാരം നടത്തി. മണിക്കിണറിലെ തീർത്ഥം കൊണ്ട് ക്ഷേത്രത്തിന് പുറത്തായിരുന്നു തുലാഭാരം. ബ്രസീൽ, ജർമ്മനി, ഫ്രാൻസ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് സംഘത്തിൽ ഉള്ളത്. ഗുരുവായൂർ സായി മന്ദിരത്തിൽ നടന്ന മഹാഭിഷേകത്തിലും അമാവാസ്യ ഹവനത്തിലും സംഘം പങ്കെടുത്തു. സനാതന ധർമ്മം പിന്തുടരുന്ന ഇവർ സായി സഞ്ജീവിനി ട്രസ്റ്റിന്റെ അതിഥികളായാണ് ഗുരുവായൂരിൽ എത്തിയത്. തൃക്കൂരിൽ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നത് സംബന്ധിച്ച് കർഷകരിൽ നിന്ന് വ്യാപകമായി പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് 3 പന്നികളെ വെടിവെച്ചു കൊന്നത്. മതിക്കുന്ന് പൊന്നൂക്കര പാടശേഖരത്തിൽ അംഗീകൃത ഷൂട്ടറായ KP ജെയിംസ് ആണ് പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശാനുസരണം പന്നികളെ വെടിവെച്ചത്. വാർഡംഗം മോഹനൻ തൊഴുക്കാട്ടിൽ നേതൃത്വം നൽകി. കർഷകരായ ബൈജു നെല്ലിശ്ശേരി, രാജു കിഴക്കൂടൻ, അഖിൽ, പഞ്ചായത്ത് അംഗം സൈമൺ നമ്പാടൻ എന്നിവരും പന്നികളെ പിടികൂടാൻ സഹായിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. കാട്ടുപന്നികളെ പിന്നീട് മണ്ണെണ്ണയൊഴിച്ച് മറവ് ചെയ്തു. വേലൂർ പഞ്ചായത്ത് 8ാം വാർഡ് കുണ്ടിലങ്ങാടി കോളനി സമഗ്ര വികസനം നടപ്പിലാക്കുന്നതിനായി AC മൊയ്തീൻ MLAയുടെ അധ്യക്ഷതയിൽ പ്രാഥമിക യോഗം ചേർന്നു. AC മൊയ്തീൻ MLAയുടെ ശ്രമഫലമായാണ് പട്ടികജാതി വികസന വകുപ്പിന്റെ അംബേദ്കർ ഗ്രാമവികസന പദ്ധതി പ്രകാരം 1 കോടി രൂപ കുണ്ടിലങ്ങാടി കോളനി സമഗ്ര വികസന പദ്ധതിക്ക് ലഭ്യമായത്. കോളനിയുടെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭൂസംരക്ഷണം, പാടശേഖരത്തിലേക്ക് റാമ്പ്, സാംസ്കാരിക കേന്ദ്രം, കുണ്ടിലങ്ങാടി കുടിവെള്ള പദ്ധതി നവീകരണം എന്നിങ്ങനെ പ്രവർത്തികൾ നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 46 കുടുംബങ്ങളാണ് കുണ്ടിലങ്ങാടി കോളനിയിൽ താമസിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, പട്ടികജാതി ഓഫീസർ MN ബിന്ദു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിലീപ് കുമാർ, ബ്ലോക്ക് മെമ്പർ സ്വപ്ന റഷീദ് എന്നിവർ പങ്കെടുത്തു.
ദേശീയപാതയിലൂടെ വരുന്ന വാഹനയാത്രക്കാർക്കായി അധികൃതർ സ്ഥാപിച്ച ദിശാബോർഡിൽ മാളയുടെ പേരില്ലാത്തത് യാത്രക്കാർക്ക് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു. തൃശൂർ മണ്ണുത്തി ഭാഗങ്ങളിൽ നിന്ന് മാളയിലേക്ക് വരുന്ന വാഹനങ്ങൾ കൊടകര ശാന്തി ജംഗ്ഷനിൽ നിന്ന് സർവീസ് റോഡിലൂടെ ഫ്ലൈഓവർ ജംഗ്ഷനിലെത്തിയ ശേഷം ആളൂർ റോഡ് വഴിയാണ് മാളയിലേക്ക് പോകേണ്ടത്. എന്നാൽ ഇക്കാര്യം സൂചിപ്പിക്കുന്ന ദിശാബോർഡുകൾ ഇല്ലാത്തതാണ് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത്. ഇതുമൂലം ദൂരദിക്കുകളിൽ നിന്ന് വരുന്ന വാഹനയാത്രക്കാർ പലപ്പോഴും വഴിയറിയാതെ ദുരിതത്തിലാവുകയാണ്. തൃശൂർ മണ്ണുത്തി ഭാഗങ്ങളിൽ നിന്ന് വരുമ്പോൾ കൊടകര എത്തുന്നതിന് മുൻപായി ഉളുമ്പത്തുകുന്നിൽ നിന്നാണ് മാള ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ തിരിയേണ്ടത്. ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള വലിയ ബോർഡിൽ കൊടുങ്ങല്ലൂരിന്റെ പേരുണ്ടെങ്കിലും മാളയുടെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് മാളയിലേക്ക് പോകേണ്ട വാഹനങ്ങൾ സർവീസ് റോഡിലേക്ക് തിരിയാതെ നേരെ മേൽപ്പാലം വഴി മുന്നോട്ട് പോകാൻ ഇടയാക്കാറുണ്ടെന്നും ആക്ഷേപമുണ്ട്. ഭിന്നശേഷി കലോത്സവം പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ കലോത്സവ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ്, ICDS സൂപ്പർവൈസർ സൂര്യമോൾ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പ്രമോദ് എന്നിവർ സംസാരിച്ചു. കൊച്ചനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ കലാകായിക മത്സരങ്ങളിൽ നേട്ടങ്ങൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തബല, ട്രിപ്പിൾ ജാസ് എന്നിവയിൽ A ഗ്രേഡ് നേടിയ KV കാശിനാഥ്, തായ്ക്കൊണ്ടോ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ ബാസില, സംസ്ഥാന കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ദിൽബർ ഷഹീം എന്നിവരെയാണ് ആദരിച്ചത്. വാർഡ് മെമ്പർ ഹഫിയ, PTA പ്രസിഡന്റ് നൌഫൽ കൊച്ചനൂർ എന്നിവർ സംസാരിച്ചു. പീച്ചി കണ്ണാറിയിൽ ശക്തമായ കാറ്റിൽ കാറിന് മുകളിലേക്ക് മരം വീണ് കാർ യാത്രികയ്ക്ക് പരിക്കേറ്റു. പീച്ചി സ്വദേശിനി സിന്ധുവിനാണ് നിസാര പരിക്കേറ്റത്. ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടറാണ് സിന്ധു. ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു നീക്കിയത്. 1 മണിക്കൂറോളം പീച്ചി കണ്ണാറ റൂട്ടിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. കടങ്ങോട് പള്ളിവേപ്പുറം സക്കീർ ഹുസൈൻ റോഡിൽ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി തൂണുകൾ തകർന്നു. തെങ്ങും കവുങ്ങും വൈദ്യുതി ലൈൻ കമ്പിയിലേക്ക് മറിഞ്ഞു വീണതിനെ തുടർന്ന് 5 വൈദ്യുതി തൂണുകൾ തകർന്നു. മേഖലയിൽ വൈദ്യുതി വിതരണം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. CCTV നെറ്റ്വർക്ക് കേബിളുകളും പൊട്ടിവീണു. പഞ്ചായത്ത് മെമ്പർമാരായ ബിസ്മി ഗഫൂർ, അഭിലാഷ് കടങ്ങോട്, നാട്ടുകാരനായ അഷറഫ് എന്നിവരുടെ നേതൃത്വത്തിൽ മരങ്ങൾ മുറിച്ചുമാറ്റി. എരുമപ്പെട്ടി പഴവൂർ റോഡിൽ ശക്തമായ കാറ്റിൽ തെങ്ങ് വീണ് ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. വൈദ്യുതി കമ്പികളുടെ മുകളിലേക്ക് തെങ്ങ് വീണതിനെ തുടർന്ന് വൈദ്യുതി തൂൺ റോഡിലേക്ക് മറിഞ്ഞു വീണു. നാട്ടുകാർ തെങ്ങ് മുറിച്ചുമാറ്റി. ഗുരുവായൂരിൽ ശക്തമായ കാറ്റിൽ തെങ്ങ് വീണ് ഗേറ്റ് തകർന്നു. തെക്കേനടയിൽ മണ്ണുങ്ങൽ രാധാകൃഷ്ണന്റെ വീട്ടുവളപ്പിലെ തെങ്ങ് വീണ് അയൽവാസി കണ്ടുരുത്തി ഭാസ്കരന്റെ വീടിന്റെ ഗേറ്റാണ് തകർന്നത്. ചാവക്കാട് ബീച്ച് റോഡിൽ പെട്രോൾ പമ്പിനു സമീപം ആളൊഴിഞ്ഞ പറമ്പിൽ അഗ്നിബാധ. ഗുരുവായൂരിൽ നിന്ന് എത്തിയ അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി. ഉണങ്ങിക്കിടന്ന പറമ്പിലേക്ക് സിഗരറ്റ് കുറ്റി വലിച്ചെറിഞ്ഞതാകാം തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പുതിയതായി ആരംഭിക്കുന്ന 2 നില കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷനായി. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സജിത രാജീവ്, പോൾസൺ തെക്കുംപീടിക തുടങ്ങിയവർ സംസാരിച്ചു. എറവ് കപ്പൽപ്പള്ളിക്കു സമീപം ജലസേചന വകുപ്പിന്റെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. പ്രശ്നം വാട്ടർ അതോറിറ്റി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാര നടപടികൾ ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. റോഡ് പിളർന്നുണ്ടായ കുഴിയിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് അറിയാതെ നിരവധി വാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നതും പതിവായി. റോഡിൽ പല ഭാഗങ്ങളിലും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നുമുണ്ട്. എത്രയും വേഗം കുടിവെള്ള ചോർച്ച പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. R. ഗണേഷ് മെമ്മോറിയൽ വിക്ടറി ITI ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ 47ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ തോപ്പ് സ്റ്റേഡിയത്തിൽ വിദ്യാർത്ഥികളുടെ സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു. സ്പോർട്സ് മീറ്റിന് മുന്നോടിയായി നടന്ന വിദ്യാർത്ഥികളുടെ മാർച്ച് പാസ്റ്റിൽ സല്യൂട്ട് സ്വീകരിച്ചുകൊണ്ട് തൃശൂർ റേഞ്ച് ഇന്റലിജൻസ് സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് P. വാഹിദ് സ്പോർട്സ് മീറ്റിന്റെ പതാക ഉയർത്തലും ഉദ്ഘാടനവും നിർവഹിച്ചു. വിക്ടറി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജിംഗ് ഡയറക്ടർ പ്രശാന്ത് മേനോൻ അധ്യക്ഷത വഹിച്ചു.
ഒല്ലൂക്കര വിക്ടറി ITI പ്രിൻസിപ്പാൾ TV ചിത്രാംഗതൻ, കീരംകുളങ്ങര വിക്ടറി ITI വൈസ് പ്രിൻസിപ്പാൾ ഹരിത പ്രശാന്ത്, ഒല്ലൂക്കര വിക്ടറി ITI വൈസ് പ്രിൻസിപ്പാൾ A സജീവൻ, വിക്ടറി ITI ഹെഡ് ഓഫീസ് വൈസ് പ്രിൻസിപ്പാൾ EV തോംസൺ, ജനറൽ കൺവീനർ KGK സുന്ദരരാജൻ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സന്നിഹിതരായി. ഫുട്ബോൾ, പെനാൽറ്റി ഷൂട്ടൌട്ട് ഉൾപ്പെടെ 22 ഇനങ്ങളിലായി 500-ൽ പരം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. ഓട്ടോമൊബൈൽ വിഭാഗം സീനിയർ വിദ്യാർത്ഥികൾ മികച്ച മാർച്ച് പാസ്റ്റിനുള്ള സമ്മാനം കരസ്ഥമാക്കി. വൈകിട്ട് മത്സര വിജയികൾക്ക് സമ്മാന വിതരണം നടത്തി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MSc ഇലക്ട്രോണിക്സ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ദിവ്യ വിജയനെ എരുമപ്പെട്ടി പഞ്ചായത്ത് 7ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി അനുമോദിച്ചു. കൊടുങ്ങല്ലൂർ കടവല്ലൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി PS സുനീഷ് മൊമന്റോ സമ്മാനിച്ചു. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് KM ഉമ്മർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി TN നമ്പീശൻ, ബൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് IM പ്രകാശൻ തുടങ്ങിയവർ പങ്കെടുത്തു. അന്തിക്കാട് സെയിന്റ് ആന്റണീസ് പള്ളിയിൽ സംയുക്ത തിരുനാളിന് വികാരി ഫാദർ ഡഗ്ലസ് പീറ്റർ കൊടിയേറ്റി. ഈ മാസം 19, 20, 21 തീയതികളിലാണ് തിരുനാൾ. 19-ന് വൈകിട്ട് ദീപാലങ്കാരം സ്വിച്ച് ഓണും 20-ന് അമ്പെഴുന്നള്ളിപ്പും കൂടുതുറക്കലും നടക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ ദിവ്യബലി, വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം, രാത്രി KCYM-ന്റെ നേതൃത്വത്തിൽ അമ്പ് പ്രദക്ഷിണം എന്നിവ നടക്കും. വെള്ളാറ്റഞ്ഞൂർ സജിത്ത് ഗുരുക്കൾ പ്രഥമ സ്മാരക പുരസ്കാരത്തിന് പ്രശസ്ത ഹസ്ത്യായുർവേദ പണ്ഡിതൻ നാഗേരി വാസുദേവൻ നമ്പൂതിരിയെ തിരഞ്ഞെടുത്തുവെന്ന് സംഘാടകർ അറിയിച്ചു. പ്രശസ്ത ശില്പി രാജൻ കായൽപുരയിലിനും ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. പുരസ്കാര സമർപ്പണം ശനിയാഴ്ച നടക്കും. സംഘാടക സമിതി ചെയർമാൻ കുര്യാക്കോസ് പുറത്തൂർ, കൺവീനർ ശങ്കരനാരായണൻ നായർ, കോർഡിനേറ്റർമാരായ ജയചന്ദ്രൻ തയ്യൂർ, MGS നായർ എന്നിവർ പങ്കെടുത്തു. നെഹ്റു യുവകേന്ദ്രയും കലാമണ്ഡലം NSS യൂണിറ്റും സംയുക്തമായി സ്വാമി വിവേകാനന്ദ ജയന്തി ദേശീയ യുവജന ദിനത്തോടനുബന്ധിച്ച് കലാമണ്ഡലത്തിന്റെ മുൻവശത്ത് സ്നേഹാരാമം നിർമ്മിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മല ദേവി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർ അജിത രവികുമാർ, KS ഹംസ, കലാമണ്ഡലം അധ്യാപകരായ അച്യുതാനന്ദൻ, പെരിങ്ങോട് ചന്ദ്രൻ, കലാമണ്ഡലം ഗോപൻ, N അച്യുതൻ തുടങ്ങിയവർ സംസാരിച്ചു. ചേർപ്പ് CNN സ്കൂളുകളുടെ 107ാം വാർഷികാഘോഷം ചലച്ചിത്ര നടൻ ദേവൻ ഉദ്ഘാടനം ചെയ്തു. വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന പൈതൃകം ആർട്ട് എക്സിബിഷൻ ചരിത്രകാരൻ റിയാസ് കോമു ഉദ്ഘാടനം ചെയ്തു. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഉപഹാര വിതരണം നിർവഹിച്ചു. ഈ വർഷം വിദ്യാലയത്തിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ AR പ്രവീൺ കുമാർ, T വനിതാ റാണി, ക്ലാർക്ക് KR സതീശൻ, PK വത്സൻ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. തൃശൂർ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ A അൻസാർ എൻഡോമെന്റ് വിതരണവും ചേർപ്പ് AEO MV സുനിൽകുമാർ സമ്മാനദാനവും നിർവഹിച്ചു. കുന്നംകുളം വടുതല ഗവൺമെന്റ് UP സ്കൂളിന്റെ 100ാം വാർഷികത്തിൽ വിദ്യാലയത്തിന് പുതിയ കെട്ടിടം സമർപ്പിച്ചു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. നടൻ VK ശ്രീരാമൻ, നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ തുടങ്ങിയവർ പങ്കെടുത്തു. മാങ്ങാട്ടുകര ശ്രീരാമസ്വാമി ക്ഷേത്രാങ്കണത്തിൽ ഈ മാസം 15-ന് നടത്തുന്ന ദേശവിളക്കിന്റെ കലവറ നിറയ്ക്കൽ ചടങ്ങ് ഭക്തി നിർഭരമായി. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി രാമൻ ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പ സേവാ സംഘം പ്രസിഡന്റ് ബാലകൃഷ്ണൻ പുറക്കോട്ട് അധ്യക്ഷനായി. ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമികൾ ആദ്യ ദ്രവ്യ സമർപ്പണം നിർവഹിച്ചു. അഖില കേരള ശാസ്താംപാട്ട് കലാകാര സംഘം സംസ്ഥാന പ്രസിഡന്റ് E രമേശൻ മുഖ്യാതിഥിയായി. താന്യം പഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ, ഇംപ്ലിമെന്റ് ഓഫീസർ A ശ്രീദേവി തുടങ്ങിയവർ സംസാരിച്ചു. കർഷക കോൺഗ്രസ് തൃശൂർ ജില്ലാ നേതൃത്വ ക്യാമ്പ് 14, 15 തീയതികളിൽ ഗുരുവായൂർ നഗരസഭാ ടൗൺ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 15-ന് രാവിലെ 10-ന് രമേശ് ചെന്നിത്തല MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. 250 പ്രതിനിധികൾ ക്യാമ്പിൽ പങ്കെടുക്കും. ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ, MF ജോയ്, KN ഗോവിന്ദൻകുട്ടി, സ്റ്റീഫൻ ജോസ്, ML ജോസഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സ്വച്ഛ് ഭാരത് മിഷന്റെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ മികച്ച ശുചിത്വ നഗരത്തെ തെരഞ്ഞെടുക്കുന്ന സർവേയിൽ ചാലക്കുടി നഗരസഭയ്ക്ക് 4ാം സ്ഥാനം.
പൊതുശുചിത്വം, മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ, ഗാർഹിക ജൈവ മാലിന്യ ഉപാധികളുടെ വിതരണം, ഹരിതസേന പ്രവർത്തനം എന്നിവ കണക്കിലെടുത്താണ് സർവേയിൽ ചാലക്കുടിക്ക് 4ാം സ്ഥാനം ലഭിച്ചത്. ആരോഗ്യ വിഭാഗത്തെയും അനുബന്ധ മേഖലാ പ്രവർത്തകരെയും ചെയർമാൻ എബി ജോർജ് ആദരിച്ചു. ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ദീപു ദിനേശ്, ജോർജ് തോമസ്, സുസമ്മ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ സമരപ്രഖ്യാപന വാഹന പ്രചരണ ജാഥ തൃപ്രയാറിൽ സമാപിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്താൽ സമരങ്ങൾ ഇല്ലാതാവില്ലെന്നും ജനാധിപത്യ സമരങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ സമരങ്ങൾ കൂടുതൽ കരുത്താർജിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. നാട്ടിക മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PM സിദ്ദിഖ്, DCC ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ എന്നിവർ സംസാരിച്ചു. ഇനി വാണിജ്യം. തൃശൂരിലെ സ്വർണ്ണ വജ്ര ആഭരണ വിപണന രംഗത്തെ പ്രമുഖ സ്ഥാപനമായ എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയ ക്രിസ്തുമസ് ന്യൂ ഇയർ ഓഫറുകൾ ഈ മാസം 26 വരെ തുടരും. ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി ഉപഭോക്താക്കളുടെ മനം കവർന്ന തൃശൂർ പള്ളിക്കുളം റോഡിലെ എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ വൻ ഓഫറുകളോടെയാണ് ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ക്യാരറ്റിന് 25,000 രൂപയും പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട് ലഭിക്കും. കൂടാതെ 25,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിന് ഗോൾഡ് കോയിനും, 1 ലക്ഷം രൂപയുടെ പർച്ചേസിന് 10,000 രൂപയുടെയും, 50,000 രൂപയുടെ പർച്ചേസിന് 5,000 രൂപയുടെയും ഗിഫ്റ്റ് വൗച്ചറുകളും, എല്ലാ പർച്ചേസിനും സർപ്രൈസ് സമ്മാനങ്ങളും ലഭിക്കും. 25,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസിന് സിൽവർ കോയിൻ ലഭിക്കും. വിവാഹ പാർട്ടികൾക്ക് 10% വില നൽകിയുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗിലൂടെ 1 മാസത്തേക്ക് വില വർധനയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറുകൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. കസ്റ്റമേഴ്സിന്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ച് നമ്മൾ 26th വരയ്ക്കും അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം നമ്മുടെ കസ്റ്റമേഴ്സ് അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ വളരെ വിപുലമായ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ശേഖരം ഒരുക്കിയിട്ടുണ്ട്. 2024 ന്യൂ ഇയറിനോടനുബന്ധിച്ച് പുതിയ കളക്ഷനുകൾ ഒരുക്കിയിട്ടുണ്ട്. മാക്സിമം ഈ സമയത്തെ ഓഫറുകൾ യൂട്ടിലൈസ് ചെയ്യുക. പഴയ സ്വർണ്ണാഭരണങ്ങൾ വിലക്കുറവില്ലാതെ HUID 916 ഹാൾമാർക്കഡ് ഓർണമെന്റ്സ് ആയി മാറ്റിയെടുക്കാനും സുവർണ അവസരം ഒരുക്കിയിരിക്കുകയാണ് എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കൂടാതെ സ്വർണ്ണ വജ്രാഭരണങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ശേഖരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവാഹ സമയങ്ങൾ മാറ്റി. ബുധനാഴ്ച രാവിലെ 6-നും 9-നും മധ്യേ നടക്കേണ്ട 48 വിവാഹങ്ങളുടെ സമയമാണ് മാറ്റിയത്. വിവാഹ സംഘങ്ങൾ പ്രത്യേകം പാസ് എടുക്കണം. അളഗപ്പനഗർ പച്ചിലിപ്പുറത്ത് പഞ്ചായത്ത് അംഗത്തിന്റെ വീടുൾപ്പെടെ 4 വീടുകൾക്ക് നേരെ ആക്രമണം. സംഭവവുമായി ബന്ധപ്പെട്ട 2 പേർ അറസ്റ്റിലായി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് ED കസ്റ്റഡിയിലെടുത്ത രേഖകൾ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച ഹർജി കോടതി തള്ളി. തുറക്കുളം മത്സ്യ മാർക്കറ്റിലെ സംയുക്ത തൊഴിലാളി യൂണിയൻ ഓഫീസിൽ നിന്ന് 15 ലക്ഷത്തോളം രൂപ കവർന്ന സംഭവം INTUC യൂണിയൻ തൊഴിലാളിയായ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.